ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഇടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ ഷോപ്പിൽ നിന്ന് പണി കിട്ടിയ കുർത്തി കാണിക്കാം. ഇതാണ് നമ്മുടെ പ്യുവർ വൈറ്റ് കുർത്തിയായിരുന്നത്. ഈ പ്യുവർ വൈറ്റേ കൂടെ ഗോൾഡൻ ലൈനിൽ പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് ഇലയൊക്കെ ഉള്ളൊരു വർക്കായിരുന്നു കേട്ടോ. ഇതിനകത്ത് മുകൾ വശത്താണെങ്കിൽ 3 ലേസ് തട്ടുകെട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, അടുപ്പിച്ചല്ല. ഇത് ഇതിൻ്റെ നെക്കൊക്കെ നല്ല ഭംഗിയുള്ള നെക്കായിരുന്നു. ഞാനങ്ങനെ ഒരു വെറൈറ്റി നെക്കാണിത് കണ്ടത് കേട്ടോ. ബാക്കിലാണെങ്കിൽ ചെറിയ ബട്ടൺസ് ഉണ്ട്. അതിൻ്റെ കൈയൊക്കെ ആണെങ്കിലും ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഒരു കുടുക്ക കൈയാണ്. കൈയൊക്കെ നല്ല ഭംഗിയാണ്, നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിരുന്നു. നെക്കിൻ്റെ ഫിനിഷിങ്ങും കൈയുടെയും മൊത്തത്തിൽ ടോപ്പ് നല്ല ഫിനിഷിംഗ് ഉള്ള ടോപ്പായിരുന്നു. പക്ഷേ ഇതിൻ്റെ കളറ് പോയി എന്നുള്ളത് മാത്രമേ ഇതിനകത്തൊരു ഡീമെറിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ മുകൾ വെച്ചേക്കുന്ന ലേസിന് മാത്രമേ അടിയിൽ കൂടെ ക്ലോത്ത് വന്നിട്ടുള്ളൂ. ഞാൻ കാണിക്കുന്ന ഈ ലേസിന് അടിയിൽ ക്ലോത്ത് ഇല്ല. അതുകൊണ്ട് തന്നെയും വൈറ്റ് കളർ ഷിമ്മി തന്നെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബോറായിരിക്കും. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ലേസ് കൂടിയാണ് വെച്ചേക്കുന്നത്. അത് അവിടെ വരെയും അത്രയും കൊണ്ട് തീർന്നു. പിന്നെ ലാസ്റ്റത്തെ ഉള്ളതൊരു സിൽവർ ലൈനാണ് കേട്ടോ പോയേക്കുന്നത്. അതും നല്ലതാണ്. ഈ ടോപ്പ് മൊത്തത്തിൽ കളറുള്ള നല്ല ടോപ്പായിരുന്നു. പക്ഷേ ഇതിൻ്റെ കളർ അങ്ങ് പോകാൻ തുടങ്ങി. അതായത് ഒറ്റ വാഷിലല്ല, രണ്ടാമത്തെ വാഷ് മുതൽ എൻ്റെ കളറ് മൊത്തത്തിൽ പോവല്ല ചെയ്തത്, കുറച്ച് ഭാഗത്തിൻ്റെ വെച്ച് കളർ പോകാൻ തുടങ്ങി. അത് കണ്ടോ, ഈ ഗോൾഡൻ ലൈനെ കൂടെ വന്നേക്കുന്നിടത്ത് ഇപ്പോൾ പച്ച നിറമായി വന്നേക്കുന്നുണ്ടോ. ഇങ്ങനെ കളറ് ഇതിൻ്റെ ഓരോ പോർഷനിലേ വെച്ച് പോകാൻ തുടങ്ങി. ആദ്യം നെക്കിൻ്റെ ഭാഗമാണ് പോയത്. മൊത്തത്തിൽ കളർ പോവുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗത്ത് പച്ച, കുറച്ച് ഭാഗത്ത് ഗോൾഡൻ, അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കണ്ടോ, കറക്റ്റ് പച്ച കളറായി വന്നുണ്ടോ. ഇതാണ് യഥാർത്ഥത്തിൽ ഗോൾഡൻ കളറായിട്ടിരുന്നതല്ല. ഇങ്ങനെ പച്ചയും ഗോൾഡനുമായിട്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയി. 2 വാഷ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ വാഷിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വാഷിലായപ്പോഴത്തേനും രണ്ടെണ്ണത്തിൻ്റെയും കളറെല്ലാം അങ്ങനെ അങ്ങ് പോകാൻ തുടങ്ങി. 2 സൈസിലായിപ്പോയി. മുകൾ വശവും താഴ്വശവുമായിട്ട് പച്ചയും ഗോൾഡനുമായിട്ട് പിരിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ഫിനിഷിംഗ് ഉള്ളൊരു കുർത്തിയായിരുന്നു. ഇട്ടാൽ നമുക്കൊരു കംഫർട്ട് സോണിലെത്തിയ പോലെ തോന്നും. നല്ല രസമുള്ള കുർത്തിയായിരുന്നു. പക്ഷേ ഇങ്ങനെ കളറ് പോയി എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ അതിന്. പിന്നെ അടുത്തതായി ഇതും ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. നമ്മുടെ ക്രീപ്പ് റയോൺ മെറ്റീരിയൽ ഉള്ളൊരു കുർത്തിയാണിത്. ഇതും നല്ല രസമുള്ള കുർത്തിയാണ്. ഇതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വന്നില്ല. അലക്കിയപ്പോൾ കളറ് പോവുമോ അങ്ങനെയൊന്നും ചെയ്തില്ല. ഒരു ചെറിയ വൈറ്റ് കളറ് ലൈനിങ് ഒക്കെയുള്ള ഒരു കുർത്തിയാണിത്. ലാർജാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ കൈയാണെങ്കിൽ നമ്മുടെ ബട്ടർഫ്ലൈ കൈ ഉണ്ടല്ലോ, അത് കൂട്ട് കൈയാണ്. ഇങ്ങനെ 2 സ്ലീവാണ് കൊടുത്തേക്കുന്നത്. ഇതിന് അകത്ത് കൈയില്ല, അകത്ത് പിടിപ്പിക്കാനുള്ള ഓപ്ഷനും ഇല്ല കേട്ടോ. അതിന് ക്ലോത്തൊന്നും ഇല്ലായിരുന്നു. ഇതിങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ നമ്മുടെ അരഭാഗത്തൂടെ ഉറിഞ്ഞ് തുണി പോയേക്കുക. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇത്. അടിഭാഗത്താണെങ്കിൽ നമ്മുടെ അമ്പർലക്കട്ടല്ല, ഫ്രില്ല് വെച്ച് ഉള്ളൊരു സൈസിൽ നല്ല രസത്തിലുള്ള ഒരു മോഡൽ. ഇപ്പോഴത്തെ മോഡൽ കുർത്തികളുടെ അതേ രീതി. പിന്നെ പുറകിലാണെങ്കിലും 2 വള്ളിയുണ്ട്. നമുക്ക് ടൈറ്റാക്കണമെങ്കിൽ ടൈറ്റാക്കാനൊക്കെയുള്ള വള്ളിയുണ്ട്. നല്ല രസമുള്ളൊരു കുർത്തിയായിരുന്നു കേട്ടോ ഇത്. ഒരു വൈറ്റ് കളർ, ഒരുപാട് കട്ടിയുള്ളതല്ല, അത് വളരെ തിന്നായിട്ടുള്ള ലൈനിങ് ആണ്. പക്ഷേ ഒരു ചെറിയ ലൈനിങ്ങും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇപ്പോഴത്തെ റേറ്റ് എന്ന് വെച്ചാൽ 499 രൂപ ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ 399 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 2 എണ്ണത്തിനെയും കൊടുത്തിട്ടുണ്ട്.